ശരിക്കും നമ്മുടെ ജീവിതത്തിൽ റിച്ചസ് ഇറ്റ് വിൽ മേക്ക് എ സെൽഫ് റിലയൻറ്റ്, സെൽഫ് സെൻറ്റേർഡ് ആൻഡ് ഡിസ്ട്രാക്റ്റഡ് ബൈ വേർഡ്ലി പെർസ്യൂട്ട്സ് അല്ലേ? നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, വലിയ വലിയ ബിസിനസ്സുകാർ എന്താ പറയുക, ഞാൻ ആദ്യമേ പറഞ്ഞ കാര്യമാണ് എന്ന് വെച്ചാൽ നമ്മൾ തന്നെ എന്താ പറയുക, നമ്മൾ കർത്താവിനെ പിന്നെ ഡിപ്പെൻഡ് ചെയ്യാൻ നമ്മൾ പോകത്തില്ല. കർത്താവിനെ എപ്പോഴും കർത്താവിൽ നമ്മൾ ആശ്രയിക്കണം എല്ലാ കാര്യത്തിനും. അതുകൊണ്ടാണല്ലോ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിലും പറയുന്നുണ്ടല്ലോ, ഹല്ലേലൂയ, അന്നുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഹല്ലേലൂയ, ഭൗതികം ആത്മീയം ആഹാരം, എവറിത്തിങ് വി ഹാവ് ടു ഡിപ്പെൻഡ് അപ്പോൺ ജീസസ്, ഹല്ലേലൂയ. വി ഷുഡ് ബി നമ്മൾ റിച്ചസിൻ്റെ നമ്മൾ ഒത്തിരി സമ്പത്ത് കൊണ്ട് നമ്മൾ നിറയപ്പെടുമ്പം നമ്മൾ സെൽഫ് റിലയൻ്റ് ആവും, നമ്മൾ സെൽഫ് സെൻറ്റേർഡ് ആവും. നമുക്ക് പിന്നെ ആരുടെയും സഹായം വേണ്ട, ആരുടെയും ഉപദേശം വേണ്ട, കർത്താവിൽ ആശ്രയിക്കേണ്ട, പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ബിക്കോസ് എനിക്ക് എല്ലാം ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, കണ്ടിട്ടില്ലേ? ഹല്ലേലൂയ, ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അവരൊക്കെ നമ്മളെ നോക്കി ഒരു വല്ലാത്ത രീതിയിലാണ് നോക്കണേ, കാരണം ദേ ഹാവ് എവറിത്തിങ്. ഹല്ലേലൂയ, hallelujah, holy God. So we put too much confidence in ourselves and our wealth and എന്താ പറയുക, ആ ഒരു ദൈവത്തിലുള്ള ട്രസ്റ്റ് നമ്മളിൽ നിന്നങ്ങ് മാറുവാണ്. ഹല്ലേലൂയ. അല്ലാതെ സമ്പത്ത് തെറ്റാണെന്നല്ല പറയുന്നത്. ഹല്ലേലൂയ. ധരബശന്തര റിഖാരബസന്തര. നമ്മൾ രക്ഷിക്കപ്പെടുന്നത് നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മൾ എന്തെങ്കിലും കർത്താവിന് എന്താ പറയുക ട്രഡീഷണലായിട്ട് എന്തെങ്കിലും കുറേ റിച്വൽസ് കാര്യങ്ങൾ നമ്മൾ ട്രഡീഷണലായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടോ അല്ലല്ലോ. ഹല്ലേലൂയ. നമ്മൾ എന്തെങ്കിലും കർത്താവിന് കൊടുത്തിട്ടാണോ നമ്മൾ രക്ഷ ഏറ്റെടുക്കണേ? ഇറ്റ്സ് ഓൾ ബൈ ഗ്രേസ് ആൻഡ് ഫെയ്ത്ത് അല്ലേ? ടൈറ്റസിൻ്റെ തീത്തോസ് അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 4 തൊട്ട് 7 വരെ നമ്മൾ വായിക്കുവാണെങ്കിൽ, സ്തോത്രം, ഹല്ലേലൂയ, റിഖാരബസ്യാന്തര റീബസന്തര ധികാരകസന്തര തീത്തോസ്, ഹല്ലേലൂയ. അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 4 തൊട്ട് 7 തോന്നുന്നു. ഒരു മിനിറ്റ്. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവൃത്തികളാലല്ല തൻ്റെ കരുണ പ്രകാരമത്രേ രക്ഷിച്ചത്. നാം അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശപ്രകാരം നിത്യജീവൻ്റെ അവകാശികളായി തീരേണ്ടതിനും പുനർജന സ്നാനവും കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ടും തന്നെ. ഹല്ലേലൂയ. ധരബശന്തര റിഖാരബശന്തര 7 വരെ. ഹല്ലേലൂയ. ഓക്കെ, അപ്പം നാം ചെയ്ത നീതിപ്രവൃത്തികളാലല്ല, നമ്മുടെ എന്താ പറയുക, നമ്മൾ കുറേ ചാരിറ്റി ചെയ്തുകൊണ്ടോ നമ്മൾ കുറേ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടോ അല്ല നമുക്ക് ഈ രക്ഷ ലഭിച്ചത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ എന്താ പറയുക, മനുഷ്യന് സ്വയമായി ഈ രക്ഷ ഏറ്റെടുക്കാൻ കഴിയത്തില്ല. യേശുക്രിസ്തു മൂലം അല്ലാതെ ഈ ലോകത്താർക്കും രക്ഷിക്കപ്പെടാൻ കഴിയത്തില്ല. രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിക്കും തൻ്റെ പാപം മോചിച്ച് കിട്ടത്തില്ല. രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിക്കും കർത്താവ് വരുമ്പോൾ പോകാൻ പറ്റത്തില്ല. രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിക്കും ഹല്ലേലൂയ റിഖാലാബ ശന്തര സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. ഓ റിഖാലാബ ശിഖാമര സ്യാന്തര റീബാഷ്യാന്തര. ഓ രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിയും ദൈവത്തിൻ്റെ മകനെന്ന് മകളെന്ന് പറയുവാൻ കഴിയുകയില്ല. Of course, you can say, like other Gentiles, you can say, Jesus is our God. But that is not enough. You have to receive Jesus Christ as your personal Savior. കർത്താവുമായിട്ടൊരു ഇൻറ്റിമേറ്റ് പേഴ്സണൽ റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ ഓരോരുത്തരും വരണം. എനിക്കറിയത്തില്ല, കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കർത്താവ് ഇത് തന്നെ വീണ്ടും വീണ്ടും എന്നെക്കൊണ്ട് പറയിപ്പിച്ചുകൊണ്ടിരിക്കും. ആരോടോ കർത്താവ് സ്പഷ്ടമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ പറയുന്ന ഓരോ വചനങ്ങൾ അവരുടെ സ്പിരിറ്റിനെ തൊടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഇതിനിടയ്ക്ക് 1-2 കോളും വന്നു. ഹുറബസന്തര. സോ വെൻ ജീസസ് സെഡ് വിത്ത് men is impossible, this is impossible. It's only by God's grace through faith in Jesus Christ that a person can be saved. നമ്മൾ എഫേസ്യ ലേഖനം എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. എല്ലാ വചനവും എടുക്കാൻ പറ്റത്തില്ല. ഞാൻ പറയാം, എഫേസ്യ ലേഖനം വായിച്ചാൽ അവിടെ എഴുതിയിട്ടുണ്ട്, ജീസസ് ഇസ് ദ ഓൺലി വേ ടു ദ ഫാദർ. യോഹന്നാൻ 14:6 പറയുന്നുണ്ട്, യേശുക്രിസ്തുവിലൂടെ അല്ലാതെ ആർക്കും
ഹെവൻലി ഫാദറിൻ്റെ അടുത്ത് എത്താൻ കഴിയത്തില്ല. ആൻഡ് അപ്പോസ്തല പ്രവൃത്തി 4:12 പറയുന്നുണ്ട്, സാൽവേഷൻ ഇസ് ഫൗണ്ട് നോ വൺ എൽസ്, for there is no other name under heaven given to mankind by which we must be saved. Hallelujah. അപ്പോസ്തല പ്രവൃത്തി 4:12. ഹല്ലേലൂയ. എല്ലാവർക്കും കാണാതെ അറിയാവുന്നൊരു വാക്യമാണ്. മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. ഹല്ലേലൂയ. ധരബശത്തര. സോ ബിലീവ് ഇൻ ജീസസ്. ഹല്ലേലൂയ. കർത്താവിനെ കർത്താവുമായി സ്വീകരിക്കുക. നത്തിങ് ഈസ് ഇമ്പോസിബിൾ വിത്ത് ഗോഡ്. നിങ്ങൾ ഒരു പക്ഷേ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്നവർ പറയുമായിരിക്കും, ഹല്ലേലൂയ, ഈ രക്ഷ ഞാൻ ഏറ്റെടുക്കാം, എൻ്റെ ചില പ്രശ്നങ്ങളെല്ലാം മാറട്ടെ, എന്നിട്ട് ഞാൻ കർത്താവിനെ സ്വീകരിക്കാം എന്ന് പറയുന്നവരോട് കർത്താവിന് പറയുവാൻ ഇത്രയേ ഉള്ളൂ, ഇന്ന് കർത്താവ് വന്നാൽ നിങ്ങൾ പോവും. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവിടെ തന്നെ കിടക്കും. ഹല്ലേലൂയ. പക്ഷേ നിങ്ങളുടെ ആത്മാവിൻ്റെ രക്ഷ, ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ഹല്ലേലൂയ. ആ ആത്മാവ് രക്ഷിക്കപ്പെട്ടില്ല എങ്കിൽ ദൈവമക്കളെ, ഈ ഭൂമിയിൽ നമ്മൾ എത്ര സ്വത്തുണ്ടാക്കിയിട്ടോ, നമ്മൾ എത്ര സ്വരൂപിച്ച് വെച്ചിട്ടോ, നമ്മുടെ ഭണ്ഡാരങ്ങൾ, നമ്മുടെ ബാങ്കുകൾ നിറച്ചിട്ടോ കാര്യമില്ല. ഇന്ന് കർത്താവ് വന്നാൽ നമ്മൾ പോവോ? ഹല്ലേലൂയ. ദാറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. യു ഹാവ് ടു ആസ്ക് യുവർ സെൽഫ്. ഇറ്റ്സ് എ സിമ്പിൾ തിങ്. ഈ രക്ഷ എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് കർത്താവ് കൊടുക്കണ ഒരു കാര്യമാണ്. പരിശുദ്ധാത്മാവിനെ കർത്താവ് ഫ്രീ ആയിട്ട് കൊടുക്കുക. എവ്രിതിങ് ഈസ് ഫ്രീ. ഹല്ലേലൂയ. ഈവൻ ദെൻ ജനത്തിന് ഇത് സ്വീകരിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് വളരെ ദുഃഖകരമായൊരു കാര്യമാണ്. ഞങ്ങളൊക്കെ ഹൈന്ദവ പാരമ്പര്യത്തിൽ കിടന്നവരാണ്. ഹല്ലേലൂയ. ഞങ്ങളുമൊക്കെ പ്രശ്നങ്ങൾ, ശരിയാണ്, എല്ലാവരും പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മൾ കർത്താവിനെ അന്വേഷിച്ച് പോകുന്നത്. ഹല്ലേലൂയ. ഒരു പക്ഷേ ആ പ്രശ്നത്തിലൂടെ ആയിരിക്കും കർത്താവ് നമ്മളെ വിളിച്ചുകൊണ്ട് വന്നത് കർത്താവിൻ്റെ അടുക്കൽ. ആ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ നമ്മൾ ഒരു പക്ഷേ വി മൈറ്റ് നോട്ട് കം ടു ജീസസ്. ഹല്ലേലൂയ. കർത്താവിന് അറിയാം ഓരോരുത്തരെ എങ്ങനെയാണ് കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവരണേന്ന് കർത്താവിന് അറിയാം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറയുന്നത്, കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനിച്ചൊരു കാര്യമാണ്, പാടിയ ഒരു പാട്ടിൻ്റെ വരി ഓർക്കുന്നു, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. വാട്ട് എവർ ഇസ് ഹാപ്പനിങ് ഇൻ ആർ ലൈഫ്സ് ഇസ് ഓൺലി ഫോർ ആർ ഗുഡ്. ഹല്ലേലൂയ. ധാരാഭാഷന്തര അധികാരകന്തര. യോബ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഹല്ലേലൂയ. യോബ് 25:4 നമ്മളെ അവിടെ എഴുതിയിട്ടുണ്ട്, ഹൗ ദെൻ ക്യാൻ എ മോർട്ടൽ ബി റൈറ്റസ് ബിഫോർ ഗോഡ്, ഹൗ ക്യാൻ വൺ ബോൺ ഓഫ് വിമൻ ബി പ്യുവർ. ഈ ക്വസ്റ്റ്യന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ? നിങ്ങളെന്ന് സ്വയം ചോദിച്ചു നോക്കിയേ. ഞാൻ എൻ്റെ മലയാളം കൂടെ വായിച്ച് കേൾപ്പിക്കാം. യോബിൻ്റെ, ലെറ്റ് മീ ടേക്ക് ദാറ്റ് വേഴ്സ്. യോബിൻ്റെ പുസ്തകത്തിൽ ചോദിക്കുന്നുണ്ട്, മർത്യൻ ദൈവസന്നിധിയിൽ എങ്ങനെ നീതിമാനാകും? സ്ത്രീ പ്രസവിച്ചവൻ എങ്ങനെ നിർമ്മലനാകും? ഹാലേ. രക്ഷിക്കപ്പെടാത്ത, ഇതുവരെ കർത്താവ് സ്വീകരിക്കാത്തവർ ഈ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ കണ്ടെത്തൂ. ഹല്ലേലൂയ. യു വിൽ കം ടു ജീസസ്. ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കണ്ടെത്താൻ യേശു കർത്താവിലൂടെ മാത്രമേ നിങ്ങൾക്ക് സാധിക്കത്തുള്ളൂ. Hallelujah. Rikara Basyandara. Oh, Rikala. We have been made right in God's sight by faith. We have peace with God because of what Jesus Christ, our Lord, has done for us. Because of our faith, Christ has brought us into this place of undeserved privilege where we now stand, and we confidently and joyfully look forward to sharing God's glory. ഞാനത് വായിക്കാം. റോമാലേഖനം 5:1-2 ഞാൻ വായിച്ചത്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നാം ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. ഹല്ലേലൂയ. വിശ്വാസത്താലാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നത്. നമ്മൾ നീതിമാന്മാരാകുന്നത് എങ്ങനെയാണ്? വി ആർ ബിക്കം റൈറ്റസ് ബൈ ദ ഫെയ്ത്ത് ആൻഡ് പ്രൈസ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. സോ കർത്താവ് പറയുന്നു, വിത്ത് മെൻ ദിസ് ഇസ് ഇമ്പോസിബിൾ, അഫേംസ് ദാറ്റ് എനി ഫോം ഓഫ് സെൽഫ് ജസ്റ്റിഫിക്കേഷൻ. നിങ്ങൾ ഒരു പക്ഷേ മെസ്സേജ് കേൾക്കുന്ന ചിലരെങ്കിലും പറയുന്നുണ്ടായിരിക്കും, ഞാൻ നീതിമാനാണ്, ഞാൻ ഒരു പാപവും ചെയ്യുന്നില്ല, ഹല്ലേലൂയ, എനിക്ക് ഈ രക്ഷയുടെ ആവശ്യമില്ല. നോ,
യു ആർ ബോൺ ഇൻ ദിസ് വേൾഡ്. ഞാനതാ നേരത്തെ പറഞ്ഞത്, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. ഈ ഭൂമി ജനിച്ച് വീണവരെല്ലാം പാപികളാണ്, പാപമില്ലാത്ത ആരുമില്ല. അപ്പോൾ ചോദിക്കും, ഈ പറയുന്ന സിസ്റ്റർ പാപിയല്ലേ? നോ, ഞാൻ ആ പാപത്തെ കർത്താവിനെ കർത്താവുമായി സ്വീകരിച്ചു. എൻ്റെ പാപം എൻ്റെ കർത്താവ് എന്നെ കഴുകി, എന്നെ വെടിപ്പാക്കി, കർത്താവിൻ്റെ മക്കളാക്കി എന്നെ തീർത്തു. ഹല്ലേലൂയ. കർത്താവിൻ്റെ മകളായി ഞാൻ തീർന്നു. ഹല്ലേലൂയ. എൻ്റെ കഴിഞ്ഞകാല പാപങ്ങളെല്ലാം കർത്താവിൻ്റെ തിരക്താൽ വാഷ് ചെയ്തു. ഞാൻ കർത്താവിൻ്റെ കർത്താവുമായി സ്വീകരിച്ചു. I got baptized in 2005. I've received Jesus Christ, I think on 2004. I've received Jesus Christ as my Savior and Lord. Hallelujah. വളരെ കഷ്ടത്തിലൂടെ, വളരെ പ്രതികൂലമായൊരു സാഹചര്യത്തിലൂടെ ഞാൻ കടന്നു പോയപ്പോഴാണ് ഞാൻ ഈ കർത്താവിനെ അന്വേഷിച്ചു തന്നത്. ഹല്ലേലൂയ. അതിനു മുന്നേ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് യേശു കർത്താവിൽ നിന്ന് അത്ഭുതങ്ങൾ പ്രാപിച്ചു. പക്ഷേ ആ സിറ്റുവേഷനിൽ കർത്താവിന് എന്നെ പിടിച്ച് നിർത്താൻ ആ ഒരു എൻ്റെ സംഭവം, ഒരു മൂത്ത ബ്രദർ ഗൾഫിലായിരുന്നു, ദുബായിലായിരുന്നു. ഞങ്ങളെല്ലാവരും ഗൾഫിലായിരുന്നു. മൂത്ത സഹോദരൻ ദുബായിൽ കുറേ നാളുണ്ടായിരുന്നു. ഏട്ടന് കിഡ്നി സംബന്ധമായി കിഡ്നി സ്റ്റോണാന്ന് പറഞ്ഞ് ട്രീറ്റ് ചെയ്തു. ഇറ്റ് വാസ് എ ബിഗ് ഒരു ഫൈബ്രോസിസ് പോലായിരുന്നു. മില്യൺസിൽ ഒരാൾക്ക് വരണ ഒരു അസുഖമായിരുന്നു. ആൻഡ് നമ്മൾ ഈ ജ്യോത്സ്യന്മാരുടെ പുറകെ പോണ ആൾക്കാരായിരുന്നു നമ്മൾ. ഹിന്ദുക്കളെല്ലാം അങ്ങനെ ആണല്ലോ. ഇവിടുത്തെ ഏറ്റവും വലിയ ജ്യോത്സ്യൻ്റെ അടുത്ത് വരെ ഞങ്ങൾ പോയപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം എന്നാന്ന് വെച്ചാൽ, ഈ 30 വയസ്സ് കഴിഞ്ഞാൽ, അന്ന് ഏട്ടന് 30 വയസ്സായിരുന്നു. ഏട്ടനെ കാണാൻ നല്ല ഭംഗി, നല്ല ഹൈറ്റ്, റിയലി 7 ഫീറ്റൊക്കെ ഹൈറ്റൊക്കെ ഉള്ള ഒരാളാണ്. ഞങ്ങളുടെ വീട്ടിൽ ബുജി എന്ന് ഞങ്ങൾ വിളിക്കുന്ന ഒരാളാണ്. കാര്യം ഒരു എൻസൈക്ലോപീഡിയയാണ്, അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളൊന്നുമില്ല. അത്രയ്ക്ക് പുസ്തകങ്ങൾ വായിക്കും, സ്റ്റഡീസിൻ്റെ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും മുൻപന്തിയിൽ നിൽക്കണ ഒരാളാണ്. ഹല്ലേലൂയ. എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം നമ്മുടെ ഫാമിലിയിൽ അതൊരു വലിയൊരു ഇഷ്യൂ ആയിരുന്നു, ഏട്ടൻ്റെ കാര്യം. അപ്പോൾ ആ ജോസ്യം പറഞ്ഞത് ഇതായിരുന്നു, ഈ ഏട്ടൻ്റെ ടൈം കഴിഞ്ഞു, 30 ജാതകം കീറുകയാണ്, ഇനി ആയുസില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഒരു പെന്തക്കോസ്റ്റ് പാസ്റ്റർ ഞങ്ങളുടെ ഭവനത്തിൽ വന്ന്, ഞാൻ അതിനു മുന്നേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അമ്പലങ്ങളിലും പോവും, ഇങ്ങനെയുള്ള പ്രാർത്ഥനകളിലും പോവും, അങ്ങനെയുള്ള ഒരാളായിരുന്നു. എൻ്റെ പൂജാമുറിയിൽ എല്ലാ ദൈവങ്ങളും ഉണ്ട്. ദാറ്റ് മീൻസ് മുസ്ലിം ദൈവമില്ല, അതൊഴിച്ച് ബാക്കി എല്ലാ ദൈവങ്ങളും എൻ്റെ വീട്ടിലും. ഈവൻ ഞങ്ങൾ ഹൈദരാബാദ് കുറേ നാളായിരുന്നു. അപ്പോൾ സായിബാബ അങ്ങനെയൊക്കെ എല്ലാവരും എൻ്റെ പൂജാമുറിയിലുണ്ട്. 24 മണിക്കൂറും അവിടെ വിളക്ക് കത്തിക്കൊണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരു ഇതിൽ നിന്ന്, എന്നുവെച്ചാൽ ദൈവം എന്ന് പറഞ്ഞാൽ ഞാൻ ജീവനെ കളയുന്ന ഒരാളായിരുന്നു എൻ്റെ കുഞ്ഞുനാൾ തൊട്ടേ. അപ്പം ഈ പെന്തക്കോസ്റ്റ് പാസ്റ്റർ വന്ന് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഏട്ടന് ജീവനോടെ കാണുമെന്ന് പറഞ്ഞു. ബാക്കി ജോസിമാരെല്ലാം പറഞ്ഞു ആയുസ് തീർന്നു, ഓക്കെ, ടൈം കഴിഞ്ഞു, എവറിത്തിങ് ഈസ് ഓവർ. അപ്പം ഈ പാസ്റ്ററാണ് പറഞ്ഞത്, മോളെ നിൻ്റെ ചേട്ടനെ ഈ സർജറി കഴിഞ്ഞിട്ട് നീ കാണും. ഈവൻ സർജറി ചെയ്യുന്ന ഭട്ട് എന്ന് പറഞ്ഞിട്ടൊരു വലിയ സർജനാണ് നമ്മുടെ ഇന്ത്യയിലെ നമ്പർ 1 സർജൻ. ആ സർജനാണ് ഏട്ടൻ്റെ സർജറി ചെയ്തത്. അപ്പോൾ പറഞ്ഞു, ഒരു പേഴ്സൺ പോലും ഈവൻ ഹോപ്പില്ല ഈ സർജറിക്ക്. കാരണം മില്യൺസിലൊരാൾക്ക് വരും, ഈ സർജറി ചെയ്തവരാരും പിന്നെ ജീവനോട് ഇരുന്നിട്ടില്ല. സോ നമ്മളതെല്ലാം എഴുതി കൊടുക്കുകയൊക്കെ ചെയ്തു. ഇനി എന്ത് സംഭവിച്ചാലും നമ്മുടെ ഒരു ഇത് വെച്ചിട്ടാണ് അവിടെ ഒരു സർജറി നടത്തിയത്. ആ ചേട്ടൻ അപ്പോൾ ഞാൻ അന്ന് ആ പെന്തക്കോസ്റ്റ് പാസ്റ്ററിനോട് പറഞ്ഞു, ഏട്ടൻ ജീവനോടെ വരികയാണെങ്കിൽ അന്ന് ഞാൻ എൻ്റെ കർത്താവിനെ കർത്താവുമായി സ്വീകരിക്കും. യെസ്, ഞാനും ഒരു മിറക്കിൾ കണ്ടു. ഏട്ടന് ഇന്നും ജീവനോടെ ഇരിപ്പുണ്ട്, എല്ലാവർക്കും സാക്ഷിയാണ്. യെസ്, ഗോട്ട് കിഡ്നി പ്രോബ്ലംസ് എല്ലാം ഉണ്ട്. ബട്ട് ടിൽ ദെൻ എന്താ പറയുക, വർഷം ഇത്രയായി, ഹി ഈസ് അലൈവ്, ഹി ഈസ് ഹാപ്പി. എന്താ പറയുക, പക്ഷേ ഏട്ടൻ ഇതുവരെ കർത്താവിനെ സ്വീകരിച്ചിട്ടില്ല. ബിക്കോസ് പുള്ളിക്കാരൻ ഞാൻ പറഞ്ഞല്ലോ, മെഡിക്കലിൽ അടച്ച് കലച്ച് കുടിക്കൂടിയ ഒരാളാണ്. എന്ത് പറഞ്ഞാലും മെഡിക്കലി പ്രൂവ് ചെയ്ത് ചെയ്യുന്ന ഒരാളാണ്. കാര്യം ഫ്രണ്ട്സ് എല്ലാം കൂടെ പഠിച്ചവരെല്ലാം ഡോക്ടേഴ്സാണ്. അവരൊക്കെ തന്നെയാണ് ഹെൽപ്പ് ചെയ്യുന്നു, കെയർ ചെയ്യുന്നു ഒക്കെ. ഈവൻ നൗ ദേ ആർ ഓൾ ഫ്രണ്ട്സ് ഫ്രം LKG to അപ്പത്തൊട്ട് കൂടെ പഠിച്ച ആൾക്കാരാണ്. അവരെല്ലാം ഡോക്ടേഴ്സാണ്. അപ്പം അങ്ങനെയുള്ള ഒരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോഴാണ് ഞാൻ കർത്താവിനെ അന്ന് സ്വീകരിച്ചത്. അന്ന് എനിക്ക് വചനമൊന്നും അറിയത്തില്ല. ഞങ്ങളത് കഴിഞ്ഞ് നേരെ ഖത്തറിലേക്ക് പോയി, ഫാമിലിയായിട്ട്, ഞാനും ഹസ്ബൻഡും എൻ്റെ മോളുമായിട്ട് ഖത്തറിൽ പോയി. അവിടെ വെച്ചാണ് എനിക്കിങ്ങനെ മീൻസ് ആൾക്കാരെല്ലാം ചോദിച്ചു തുടങ്ങി, എന്തുകൊണ്ടാണ് പെട്ടെന്ന് മാലയും കമലവും ഒക്കെ ഊരി പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ആയി തീർന്നത്, എന്താ വട്ട് കാണോ അന്നൊക്കെ. എല്ലാവർക്കും ഇങ്ങനെയൊക്കെയുള്ളവരൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. അപ്പം ഞാൻ വിചാരിച്ചു, ഇവരോടൊക്കെ പറഞ്ഞ് നിൽക്കണേയില്ല, എനിക്ക് വചനം അറിയാതിരിക്കണമല്ലോ.
അല്ലേ? നമ്മൾ എന്തുകൊണ്ട് നമ്മളൊരു അത്ഭുതം കണ്ടിട്ട് കർത്താവിൻ്റെ പുറകെ വന്നു എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് നോട്ട് എ ഗുഡ് തിങ്. അപ്പം ഞാൻ വിചാരിച്ചു, അങ്ങനെ നമ്മളൊരു ചർച്ച് ഫോറിലൊരു പാസ്റ്ററിൻ്റെ അടുത്ത് നമ്മൾ പ്രാർത്ഥനയ്ക്ക് പോവുമായിരുന്നു. പാസ്റ്റർ വീട്ടിൽ വരുമായിരുന്നു മീറ്റിംഗ് നടത്താനായിട്ട്. അങ്ങനെ പാസ്റ്ററിൻ്റെ അടുത്താണ് പാസ്റ്റർ 2 മാസം വന്ന് ഞങ്ങളെ വചനം പഠിപ്പിച്ചു. അത്യാവശ്യം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള വചനം പഠിപ്പിച്ചു. അല്ലാതെ ഈ വചനത്തിൻ്റെ ABCD എനിക്കറിയത്തില്ലേ ദൈവമക്കളെ. ഞാൻ ഒരു ബൈബിൾ കോളേജിലും പോയിട്ടില്ല. പക്ഷേ എൻ്റെ 2 വീട്ടുകാരോടും ഇഫ് ദേ ആസ്ക് എനി ക്വസ്റ്റ്യൻ ഐ വോണ്ട് ടു ആൻസർ വൈ ഐ ആം ഫോളോവിങ് ജീസസ്. അതിന് വേണ്ടിയിട്ട് ഞാൻ വചനം പഠിച്ചതാണ്. ഓക്കെ, അത്യാവശ്യം രക്ഷയെക്കുറിച്ച് പറയാനുള്ളത് എനിക്കറിയാം, അത്രയേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും എനിക്കറിയില്ല. കർത്താവിൻ്റെ കൃപയാണ് ഇപ്പോഴും ഞാൻ എന്താ പറയുക, ചെറിയ ചെറിയ രീതിയിൽ കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണേ. അപ്പം ഞാൻ ഈ സാക്ഷ്യം നിങ്ങളോടൊന്ന് പങ്കിടുവാൻ എനിക്കറിയത്തില്ല, ഞാൻ ഒട്ടും തീരുമാനിച്ചതല്ല, പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ട് പറയിച്ചതാണ്. ഈ മെസ്സേജ് വെക്കുന്ന ആരെങ്കിലും ഇതുവരെയും കർത്താവിനെ കർത്താവുമായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ റിസീവ് ടുഡേ, റിസീവ് നൗ. എങ്ങനെയാണ് നിങ്ങൾ സ്വീകരിക്കണം, അതിനെക്കുറിച്ച് വീണ്ടും നിങ്ങൾക്ക് കൂടുതലായി അറിയണമെങ്കിൽ ഞാൻ സാധാരണ മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കുമ്പോൾ ഞാൻ അവരെ ഒരുവിധം എൻ്റെ പാസ്റ്റർ പഠിപ്പിച്ചതുപോലെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ക്ലാസ് ഞാൻ അവർക്ക് കൊടുക്കും. കാര്യം അവർക്ക് ഒരുവിധം നല്ലതായിട്ട് വചനം അറിയണം. ചുമ്മാ നമ്മൾ എന്താ പറയുക, ഒന്ന് കേട്ടു കർത്താവിനെ നമ്മുടെ എന്താ പറയുക പാസ്റ്ററിൻ്റെ സന്തോഷത്തിന് വേണ്ടി കർത്താവിനെ സ്വീകരിക്കുക, ആ ഒരു പരിപാടി ഞാൻ ചെയ്യാറില്ല. ഞാൻ നല്ലോണം അവരെ വചനം പഠിപ്പിച്ചിട്ട് അവരെ ബോധിപ്പിച്ച് എന്താണ് സത്യമെന്ന് അവരെ ബോധ്യപ്പെട്ട് പരിശുദ്ധാത്മാ അവരുടെ മേൽ ഇറങ്ങി, അങ്ങനെയാണ് ഞാൻ എല്ലാവരോടും സുവിശേഷം അറിയിക്കുന്ന എൻ്റെ ഒരു രീതി. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരെല്ലാം ഇന്നും ഞാൻ ദുബായിൽ വെച്ചും ഖത്തറിൽ വെച്ചും ഷെയർ ചെയ്തവർ ഇന്നും കർത്താവിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. കാര്യം ഈ വചനത്തിന് അത്രയും ശക്തിയുണ്ട്. നമ്മൾ ചുമ്മാ ഒരു മെസ്സേജ് കേട്ട് ആരെങ്കിലും രക്ഷിക്കപ്പെടാൻ കർത്താവിനെ സ്വീകരിക്കാൻ തയ്യാറാണോ എന്ന് പറഞ്ഞ് കൈപൊക്കുന്നവർ, അങ്ങനെ രക്ഷിക്കപ്പെട്ട പലരും ഇന്ന് പഴയ വഴി ജീവിക്കുന്നത് കാണുന്നത് കൊണ്ടും കണ്ടതുകൊണ്ടുമാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഹല്ലേലൂയ. പലരും പഴയതും പല കാര്യങ്ങളും വീട്ടിൽ ചിലരുടെ നമ്മൾ ചില സൂം മീറ്റിങ്ങിലൊക്കെ കാണുമ്പോൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ കാണാം പല ഫോട്ടോസ് ഇങ്ങനെ ഇരിപ്പുണ്ട്. ദാറ്റ് മീൻസ് അവർ ആ രക്ഷയുടെ ഡെപ്ത് എന്താണ്, വചനം എന്താണെന്ന് അവർക്ക് കിട്ടിയിട്ടില്ല. അവർ രക്ഷിക്കപ്പെട്ടതാണോ രക്ഷിക്കപ്പെട്ടതാണ്, സ്നാനപ്പെട്ടതാണോ സ്നാനപ്പെട്ടതാണ്, പക്ഷേ എന്താണ് യഥാർത്ഥ സത്യമെന്ന് അവർക്ക് ബോധ്യമായിട്ടില്ല. അങ്ങനെ വരാൻ പാടില്ല. നമ്മൾ ഒരാളോടാണ് സുവിശേഷം പറയുന്നതെങ്കിലും ആ ആളിനെ നല്ലോണം വചനം പഠിപ്പിച്ചവർ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാണെങ്കിൽ ദേ വിൽ ബിക്കം ഗുഡ് ഡിസൈപ്പിൾസ്. കർത്താവ് നമ്മൾ ശിഷ്യന്മാരെ ഉണ്ടാക്കാനാണ് പറഞ്ഞത്. ഹല്ലേലൂയ. അല്ലാതെ ചുമ്മാ കുറേ ഒരു മീറ്റിങ്ങിൽ വന്നിട്ട് കൈപൊക്കി കുറേ നാൾ കഴിഞ്ഞ് പഴയ വഴിയിൽ പോയി ജീവിക്കുകയും യേശുവിനെ അതിനോടൊപ്പം വിളിക്കുന്ന രീതിയുമല്ല. നമുക്ക് എത്ര പേർക്കറിയാം നമ്മൾ സുവിശേഷം പറഞ്ഞവരല്ല യഥാർത്ഥ വഴിയിലാണ് ജീവിക്കുന്നതെന്ന്. കാര്യം കർത്താവ് നാളെ നമ്മളോടാണ് ചോദിക്കുന്നത്. നമ്മളാണ് അവരോട് സുവിശേഷം പറഞ്ഞത്, അവരാ പാതയിലാണോ ജീവിക്കുന്നത്. നമ്മൾ പുതിയ ലേഖനം എല്ലാം എടുത്ത് വായിച്ചാൽ ഇന്ന് മെസ്സേജ് ഭയങ്കര നീണ്ടു പോവുക. പൗലോസുമൊക്കെ വീണ്ടും പോയെടുത്ത് അവർ വീണ്ടും വചനം പറയുന്നു. കാര്യം അവരിപ്പോഴും ആ വഴിയിലാണോ ജീവിക്കുന്നത്, അവർ കൊടുത്ത ടീച്ചിങ്സ് അനുസരിച്ചാണോ ജീവിക്കുന്നതെന്ന് അവർ വീണ്ടും അവിടെ പോയി ചെക്ക് ചെയ്തിരുന്നു. ഹല്ലേലൂയ. കാരണം സുവിശേഷം പറഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്തമാണ് അവരെ നിലനിർത്താൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്വർഗീയ നല്ല കർത്താവേ, ഹല്ലേലൂയ, നല്ല പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. അപ്പൻ്റെ തൃപ്പാദത്തിൽ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവെ ഹല്ലേലൂയ. മെസ്സേജ് കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണം. രക്ഷിക്കപ്പെടണം കർത്താവ്. ഇന്നത്തെ ദിവസം മേക്ക് ദിസ് ഡേ വണ്ടർഫുൾ സൂപ്പർ നാച്ചുറൽ ഡേ. പ്രേ ഫോർ ഓൾ ദി പാസ്റ്റേഴ്സ്, അസിസ്റ്റന്റ് പാസ്റ്റേഴ്സ്, ഡീക്കൻസ്. കർത്താവ് സഭ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ സൂം മീറ്റിംഗ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യെസ്റ്റർഡേ യു ഗേവ് us a wonderful Zoom meeting. Hallelujah. O Dharala Shikhara Basyantara. Thank you Jesus for your wonderful presence and wonderful revelations. കർത്താവെ അങ്ങ് എത്രയോ ശക്തമായി ഞങ്ങളോട് സംസാരിച്ചു, ഞങ്ങളോട് ഇടപെട്ടു. അതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ശുശ്രൂഷയെ ദേവദാസന്മാരെ അനുഗ്രഹിച്ചാട്ട് ഹല്ലേലൂയ. ഞങ്ങളുടെ കുടുംബാംഗ രക്ഷയിലേക്ക് വരാത്ത രക്ഷിക്കപ്പെടട്ടെ. എല്ലാ ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, കർത്താവെ കിഡ്നി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ, കർത്താവെ ഹല്ലേലൂയ ക്യാൻസർ രോഗികളുണ്ട്, അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ മിഷണറി സുവിശേഷരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക പെർസിക്യൂഷൻ നടക്കുന്ന നോർത്ത് ഇന്ത്യയെ ഓർത്ത് പ്രാർത്ഥിക്കണം. നേഷനായി പ്രാർത്ഥിക്കുന്നു. ഞാൻ അടിയനെയും കുടുംബത്തെ യേശു രക്തം വരയ്ക്കുന്നു. ഇടയ്ക്ക് ചുറ്റും തീമതിലായിരിക്കണം. മേക്ക് ദിസ് എ വണ്ടർഫുൾ ഡേ, സൂപ്പർ നാച്ചുറൽ ഡേ. മേ ഗോഡ് കർത്താവെ
കർത്താവെ എൻ്റെ സാക്ഷ്യം അനേകർക്ക് അവരുടെ കണ്ണുകളെ തുറക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിച്ചാട്ടെ. സകല എത്രത്തോളം വീഡിയോ ഹല്ലേലൂയ ഓഡിയോ വോയിസ് ഓവർ തരാൻ സഹായിച്ചത് പരിശുദ്ധാത്മാവാണ്. ഇതെല്ലാം അടിയൻ്റെ നാവിലൂടെ സംസാരിച്ചത് പരിശുദ്ധാത്മാവാണ്. എല്ലാ മഹത്വവും യേശുവിൻ പരിശുദ്ധാത്മാവ് എടുത്താട്ടെ. സകല പ്രാർത്ഥനയെ ആചരിപ്പിച്ചിട്ട് സ്തോത്ര സാലോ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച് യേശു ക്രിസ്തുവിൻ്റെ അതിവൈഷ്ണാം തന്നെ. ആമേൻ ആമേൻ ആമേൻ. താങ്ക് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്.